പാഠം 1063 ഒരു മുൻകരുതലിന്റെ കഥ. എനിക്ക് രാവിലെ ഗംഗാധര സാറിനെ കാണാൻ പോകാനുണ്ടെന്ന് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതാ. 9 മണി കഴിയുമ്പോ എനിക്ക് ഇവിടെ ഇറങ്ങണം. ഓ, ഇറങ്ങിക്കോ. രാവിലത്തെ കഴിക്കാനുള്ളതാ ദോശ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷർട്ട് മുണ്ട് ഞാൻ ഇപ്പൊ തന്നെ തേച്ചു തരും. പോയിട്ട് പോകാൻ ഇറങ്ങുമ്പോഴേക്കും ചോറ്റു പാത്രം ബാഗിനകത്ത് ഉണ്ടാവും. പോരെ? ഇതൊക്കെ നടന്നാ നല്ലതാ. അല്ലാതെ 9 മണിയാകുമ്പോ അയ്യോ ഷർട്ട് മുണ്ട് തേച്ചില്ല, ചോറ് കറി ആയില്ല എന്നൊന്നും പറഞ്ഞോണ്ട് വരരുത്. ചുമ്മാ വഴക്കുണ്ടാക്കാൻ നിൽക്കുക. ഒന്ന് പോകാൻ നോക്കും മോനട്ടാ. ഇന്ന് എനിക്ക് 9:30 ഇറങ്ങാനുള്ളതാ. 10 മണിക്ക് ഓഫീസിലാന്ന് ഞാൻ വിധിയോട് സത്യപാലനം പറഞ്ഞിരിക്കുക. എന്താ കാര്യം? എന്താ ഇത്ര നേരത്തെ? 1-2 കേസിനായി എനിക്ക് നോക്കാനുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം തുടങ്ങുന്ന കേസാണ് ഒന്ന്. ഇന്നലെ ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു, അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഓഫീസിൽ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ട്. പുതിയൊരു ഓഫീസ് തുടങ്ങിയിട്ട് ആഴ്ച 2ആയി. ഇതുവരെയായിട്ട് അങ്ങോട്ടേക്ക് ആവശ്യമുള്ള സാധനം ഒന്നും വാങ്ങിയിട്ടില്ല. ആഫീസ് തുടങ്ങാൻ നേരത്തെ നീ എന്നോട് എന്താ പറഞ്ഞത്? ഒരു കെട്ടിടം എടുത്ത് അതിന്റെ മുന്നിൽ അഡ്വക്കേറ്റ് സത്യഭാമ എന്ന് എഴുതി വെച്ചു കൊടുത്താൽ മതി, കേസുമായിട്ട് ആളുകളൊന്ന് ക്യൂ നിന്നോളൂന്നൊക്കെ. എന്നിട്ട് ഇഷ്ടം പോലെ കാശ് വരുമെന്ന്. ആ കാശ് കൊണ്ട് ആഫീസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ വാങ്ങി നിറയ്ക്കാം എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്നോട് കാശ് എന്തിനാ? കേസൊക്കെ കിട്ടും, ഫീസ് എനിക്കപ്പോ കിട്ടും. പക്ഷെ തുടക്കത്തിൽ കുറച്ച് പൈസ ഒക്കെ നമ്മൾ ചെലവാക്കേണ്ടി വരില്ലേ? അങ്ങനെ വലിച്ചു വാരി ചെലവാക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. വിശ്വനാഥ് സാർ ഓഫീസ് തുടങ്ങാൻ നേരത്തെ 2 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയിട്ടാണ് അതൊക്കെ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ എന്തായി? 1 വർഷം കൊണ്ട് ആ പൈസ കൊണ്ട് തിരിച്ചു കിട്ടിയില്ലേ? ഇപ്പൊ കേസ് എന്തുമാത്രം സാറിനെന്ന് അറിയാമോ? കക്ഷികൾ വരുമ്പോ ഓഫീസ് നല്ല പ്രൗഡിൽ ഇരുന്നേലേ കാണുന്നവർക്കൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ മോനട്ടാ. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കയ്യിൽ പൈസ ഇല്ല. നിന്റെ ആഫീസിലേക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നീ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് വാങ്ങാൻ. 1 രൂപ ഞാൻ തരില്ല. അങ്ങനല്ല മോനട്ടാ, ഞാനൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ല. അയ്യോ, ഹലോ. കൊണ്ട് കൊടുക്കാം. ആര്? ചോദിച്ചില്ല. ഹലോ. ചേട്ടാ, എന്താ രാവിലെ? ആണോ? ഓ, രക്ഷപ്പെട്ടു. ഞാൻ കൃത്യം 9:30 ആകുമ്പോഴേക്കും ഇവിടെ ഇറങ്ങും. മതി മതി മതി, വഴിയിൽ എവിടെ നിന്നാ മതി. ഓ ശരി, ആയിക്കോട്ടെ, സന്തോഷം. മോഹനേട്ടൻ എന്താ എന്നോട് പറഞ്ഞത്? എന്റെ കാര്യങ്ങൾക്ക് 1 പൈസ പോലും തരൂലെന്ന്. വേണ്ട, മോഹനേട്ടന്റെ ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് വേണ്ട. മോഹനയുടെ സഹായിച്ചില്ലെങ്കിലും എന്റെ കാര്യങ്ങൾ നടക്കുമെന്ന് മാത്രം മോഹനയുടെ കരുതി വെച്ചോളൂ. ബാക്കിയെല്ലാം ഓഫീസിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്, അതിനുശേഷം ഞാൻ പറയാം. ലോട്ടറി അടിച്ചതായാലും കടം വാങ്ങിച്ചതായാലും ഇനിയിപ്പോ ഞാൻ മോഷ്ടിച്ചതായാലും കാശിന് കാശായാലോ അത് മതി. നമസ്കാരം സാറേ. നമസ്കാരം സാറേ, പുഷ്കറിന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ആഴ്ച ശരിയാക്കി തരാമെന്ന് സാർ നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു? പറഞ്ഞു. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓർത്തു വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഓർപ്പിക്കേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെയല്ല സാറേ. എന്തായാലും ഇതുവഴി പോവുകയായിരുന്നു. അപ്പൊ വെറുതെ ഇതുവഴി ഒന്നും ചെയ്യാം. കൂട്ടത്തിൽ പുഷ്കറിന്റെ കാര്യം ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യാന്ന് കരുതി കയറിയതാണ്. വക്കീൽ ഇവിടെ ഇല്ലേ സാറേ? ഉണ്ട്. അവൾക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോകണമെന്ന്. ഞാൻ ഇറങ്ങുന്ന കൂട്ടത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചേ. നമ്മുടെ ബീലിപ്പോസേട്ടനെ വഴിയിൽ വെച്ച് കണ്ടു. വക്കീലിനെന്തോ പൈസ കൊടുക്കാനുണ്ടെന്ന് ബീലിപ്പോസേട്ടൻ പറയുന്ന കേട്ടു. തെളിച്ചു പറഞ്ഞേ. എന്താ സാറേ? തെളിച്ചു പറയൂ, കേൾക്കട്ടെ. അല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫിലിപ്പോസേട്ടനെ കണ്ടു. സത്യത്തിൽ ഞാൻ ഉത്തമനെന്ന് കാണാതിരിക്കുകയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി അരവിന്ദാക്ഷ സാറിനെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. ഉത്തമനും അരവിന്ദാക്ഷ സാറും എങ്ങനെയാ? അങ്ങനെ ചോദിച്ചാ അടുപ്പൊക്കെ ഉണ്ട്.
പക്ഷെ എന്ത് അടുപ്പം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഫിലിപ്പോസ് ഏട്ടാ. അയാൾ ഒരു കാര്യം ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം. കാശൊക്കെ കൊടുക്കാം. പുള്ളിക്കാരനെ സ്വകാര്യമായിട്ടൊന്ന് കാണാനുള്ള വഴി ഉണ്ടാക്കുക. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ശനിയാഴ്ച വൈകുന്നേരം തന്നെ ആയിക്കോട്ടെ. ഞാൻ അരവിന്ദാക്ഷ സാറിനെ കണ്ടതിന് ശേഷം അങ്ങോട്ട് വിളിക്കാം. പിന്നെ ശനിയാഴ്ചത്തേക്ക് ഒരു കുപ്പിയൊക്കെ റെഡിയാക്കി വെച്ചേ. അരവിന്ദാക്ഷ സാറിനെ അതൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെ ഞാൻ ഏറ്റു. ശരി ശരി. എന്നാ അല്ല, ഉത്തമൻ എങ്ങോട്ടാ ഇപ്പം? എനിക്ക് മോഹനേട് സാറിന്റെ വീട് വരെ ഒന്ന് പോണം. ഇപ്പൊ ചെന്ന സാറ് വീട്ടിൽ കാണും. എനിക്കും വക്കീലിനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. വക്കീലിന് കുറച്ച് പൈസ കൊടുക്കണം. പക്ഷെ എന്നെ കാണുന്നത് മോനിഷ് സാറിന് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് വക്കീല് കോടതിയിൽ പോകുമ്പോ വഴിയിൽ വെച്ച് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ കാശ് എന്റെ കയ്യിൽ തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. എന്തായാലും ഞാൻ അങ്ങോട്ട് പോവുകയല്ലേ. അത് ശരിയാവൂല. കാശിന്റെ കാര്യമാകുമ്പോ എല്ലാം നേരിട്ടായിരിക്കണം. അക്കാര്യത്തിലെ ഞാൻ വലിയ നിർബന്ധക്കാരനാ. വക്കീൽ 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നാ പറഞ്ഞു. വഴിയിൽ വെച്ച് കണ്ട് പൈസ കൊടുത്തിട്ട് 9:45 ബസ്സിന് എനിക്ക് കോഴിക്കോട് പോകേണ്ട കാര്യമുണ്ട്. 2 ദിവസം കഴിഞ്ഞാ വരും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ അരവിന്ദാക്ഷ സാറിനെ കണ്ടതിന് ശേഷം ഞാൻ ചേട്ടൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം. ശരി ശരി ശരി. അപ്പൊ അതാണ് കാര്യം. എന്നെ തോൽപ്പിക്കാനായി പീലിപ്പോസേട്ടന്റെ കയ്യിൽ നിന്ന് അന്യായ പലിശയ്ക്ക് കാശ് കടം വാങ്ങാനാണ് അവളുടെ പരിപാടി. എന്താണ് സാറേ പ്രശ്നം? ഇന്നലെ ഭാമയോട് കുറച്ച് പൈസ കടം ചോദിച്ചു, കൊടുക്കില്ലാന്ന് ഞാൻ പറഞ്ഞു. കുറച്ചു മുമ്പ് പീലിപ്പോസ് അവൾ വിളിച്ച് പൈസ കടം കൊടുക്കാന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ അവൾ എന്നെ കുറച്ച് കളിയാക്കുകയും ചെയ്തു. പീലിപ്പോസേട്ടൻ എപ്പോഴാ കോഴിക്കോട് വന്ന് പറഞ്ഞത്? 9:45 ബസ്സിൽ പോകുന്ന പറഞ്ഞേ. എന്ത്? അതുകൊണ്ടാണ് കൃത്യം 9:30 തന്നെ ഭാമ ഇവിടെ ഇറങ്ങണമെന്ന് പറയുന്നത്. വഴിയിൽ വെച്ച് പീലിപ്പോസേട്ടനെ കാണുന്നു, കാശ് വാങ്ങുന്നു. പീലിപ്പോസേട്ടൻ 9:40 തന്നെ കോഴിക്കോടേക്ക് പോവുകയും ചെയ്തു. അതെ അതെ, അങ്ങനെ ആയിരിക്കും. ഭാമയ്ക്ക് 9:30 തന്നെ ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല എങ്കിലോ പീലിപ്പോസേട്ടൻ എന്തായാലും പോയാലേ പറ്റൂ. അങ്ങനെ കൃത്യസമയത്ത് തന്നെ പോകും. പിന്നെ എങ്ങനെ ഭാമ പൈസ വാങ്ങും? അത് ശരിയാണ്. എന്നാലും ഫിലിപ്പോസേട്ടന് ഈ വേറെ ആരുടെ കയ്യിൽ പൈസ കൊടുക്കൂല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ തരുമായിരുന്നല്ലോ. എങ്കിൽ പിന്നെ ഒരു സംശയം വേണ്ട. ഭാമ ആ പൈസ വാങ്ങൂല. 9:30 വരെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങാതെ നോക്കാൻ കെ മോഹനേഷ് സാറിന് അറിയാം. അതെങ്ങനെ സാറേ? 9:45 ഗംഗാധര സാറിന്റെ വീട്ടിൽ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങിയാൽ ഭാമയും തൊട്ട് പിന്നാലെ ഇറങ്ങും. ഒരു കാര്യം ചെയ്യും, ഉത്തമൻ പോകുന്ന വഴി ഗംഗാധര സാറിന്റെ വീട്ടിൽ കയറി ഞാൻ രാവിലെ വരില്ല എന്നൊന്ന് പറഞ്ഞേക്കണം. അപ്പോ പിന്നെ എനിക്ക് 9:38 വരെ ഇവിടെ നിൽക്കാൻ പറ്റും. അത്രയും സമയം ഭാമ പോകാൻ നോക്കാനും പറ്റും. അത് കഴിഞ്ഞ് ഭാമ ഇറങ്ങിയിട്ട് എന്ത് കാര്യം? വലിയപ്പോത്തിന് മുമ്പ് അപ്പന് പോവുകയും ചെയ്യുമല്ലോ. എങ്ങനെയുണ്ട് സംഭവമൊക്കെ കൊള്ളാം സാറേ. പിന്നെ ഈ ഫിലിപ്പോസേട്ടന്റെ കാര്യം ഞാൻ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു വക്കീലിനോട് പറയണ്ട. അതെ, പിന്നെ ഞാനും വക്കീലും തമ്മിലൊരു പണക്കം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഈ പ്രശ്നം നിങ്ങൾ രണ്ടുപേരും തന്നെ അങ്ങ് തീർക്കുന്നതാണല്ലോ നല്ലത്. ആദ്യം അവളുടെ പോക്ക് മുടക്കട്ടെ. എടാ, ഇത് വന്ന് പറയുകയും ചെയ്ത്. എനിക്ക് നേരത്തെ പോകണമെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്ന് രാവിലെയും പറഞ്ഞു. എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചത് പോലുമില്ല. ഇത് കുറെ നേരമായാലും മോഹനോട് ഇത് തന്നെ പറഞ്ഞ് എന്റെ പിന്നെ നടക്കുന്നു. ഞാൻ എന്ത് ശ്രദ്ധിച്ചില്ലെന്ന മോഹനോട് പറയുന്നത്? കുറച്ച് പിന്നെ അടുക്കള വന്ന് ഇതേ ന്യായം പറഞ്ഞു. ഇപ്പൊ ഇതാ ഇവിടെ മോഹനോട് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ ഷർട്ടും മുണ്ട് തയ്ച്ചില്ലല്ലോ നീ. ധൈര്യക്കുന്നു മോഹനോട് ഷർട്ടും മുണ്ട് തയ്ച്ചത്. പ്രശ്നം തീർന്നല്ലോ. നോക്ക്, ഇതാ ഇവിടെ മോഹനേട്ടാ കളിക്കില്ലേ? ഇതിനെന്താണ് പ്രശ്നം? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? അതുകൊണ്ട് ചൊവ്വാഴ്ച ഞാൻ ചുവന്ന ഷർട്ട് ഇടാറില്ല. കൊള്ളാലോ, അതൊരു പുതിയ സംഭവമാണല്ലോ. ഇത്രയും കാലം ഞാൻ എന്റെ ഇഷ്ടത്തിന് തേച്ച് വെച്ച ഷർട്ട് കൊണ്ടിട്ടുകൊണ്ടാണ് മോഹനയുടെ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നൊന്നും ഇങ്ങനെ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇത് തമാശയല്ല. ചൊവ്വാഴ്ച ചുവന്ന ഷർട്ട് ഇടാൻ പാടില്ല. കാരണം എന്താ? കാരണം പറഞ്ഞു കാണും. എനിക്ക് എന്തായാലും ഈ ഷർട്ട് വേണ്ട. വേറെ ഷർട്ട് തയ്ച്ചു നോക്കിയേ.
വേഷം കെട്ട് പോയിട്ട് ഇറങ്ങല്ലേ. ആഫീസിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഇത് വിട്ടോട്ട് പോയാൽ മതി. നടക്കില്ല. ഇതുവരെ ഇത്തരം കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചേ പറ്റൂ. മേലിൽ ചൊവ്വാഴ്ച ഞാൻ ചുവന്ന ഷർട്ട് ഇടില്ല. ഓ സമ്മതിച്ചു. പക്ഷേ ഇന്ന് എന്തായാലും ഇതിട്ടോണ്ട് പോകും. പറ്റില്ല. എനിക്ക് വേറെ ഷർട്ട് മുണ്ട് വേണം. ചുമ്മാ തമാശ കളിക്കല്ലേ. എനിക്ക് പോട്ട് അത്യാവശ്യമുള്ളതാണ്. വേറെ ഷർട്ട് മുണ്ട് തേച്ചിട്ട് പോയാ മതി. ഞാൻ താമസിക്കുമെന്ന്. നീ വേറെ ഷർട്ടും മുണ്ടും തേച്ച് തന്നില്ല എങ്കിൽ ഇന്ന് ഞാൻ ഓഫീസിൽ പോകുന്നില്ല. നാളെ മുതൽ നീ എനിക്ക് ഷർട്ടും മുണ്ടും തേച്ച് തരികയും വേണ്ട. ഞാൻ പുറകോട്ട് തേപ്പിച്ചോളാം. എന്തൊരു കഷ്ടാ നോക്കണേ. നേരമില്ലാത്ത നേരത്തെ ഓരോരോ കോപ്പറായിട്ട് ഇറങ്ങിക്കോളൂ. ആ അതാണ് ഞാൻ നോക്കട്ടെ. അപ്പോഴേക്ക് നീ ഒരു കാര്യം ചെയ്യും, വേറെ ഷർട്ട് മുണ്ട് തേച്ച് വെക്കേ. അല്ലാതെ ഇതൊക്കെ പിന്നെയും തേക്കാമല്ലോ. ആദ്യം പോകണ്ടേ എനിക്കല്ലേ. ഇതൊക്കെ ഒന്നിനൊക്കെ തേച്ചൊക്കെ വെക്കാൻ നോക്ക്. അല്ലെങ്കിലേ എനിക്ക് എന്നിട്ട് വേറൊരു ഷർട്ടും മുണ്ടൂടെ തേച്ച് വെക്കാൻ നോക്ക്. ആ നമസ്കാരം സാർ. നമസ്കാരം. എന്താ പ്രഭാകര? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അത് മനസ്സിലായി. എന്തിനാണ് കാണാൻ വന്നത് അത് പറയൂ. സാർ, എന്റെ പോക്കൂരന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വന്നതാ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രഭാകരന്റെ പോക്കുവരവ് നടക്കില്ല. സാർ, ഞാൻ എന്നെ എന്തോ അങ്ങ് ചെയ്തു കളയൊന്ന് ഇന്നലെ പ്രഭാകരൻ ഭീഷണിപ്പെടുത്തിയായിരുന്നല്ലോ. അതെന്തായി? അതിനെ പെട്ടെന്നുള്ള ദേശത്ത് ഞാനങ്ങ് പറഞ്ഞു പോയതാ. സാർ ക്ഷമിക്കണം. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. പ്രഭാകരന് പോകാം. നിൽക്കൂ. ഈ കാര്യം പറഞ്ഞ് ഇനി ഇവിടെയോ വില്ലേജ് ഓഫീസിലേക്കോ വന്നിട്ട് ഒരു പ്രയോജനവുമില്ല. മനസ്സിലായല്ലോ? എന്താ ഇത്? എന്ത്? ഈ ഷർട്ട് തയ്ക്കാൻ ആരാ പറഞ്ഞത്? കുറച്ച് മുന്നേ മോഹനേട്ടൻ എന്താണ് എന്നോട് പറഞ്ഞത്? ചുമന്ന ഷർട്ട് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചുവന്ന ഷർട്ട് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പച്ച ഷർട്ട് തയ്ച്ചു വെക്കുകയാണോ വേണ്ടത്? എനിക്ക് പച്ച ഷർട്ട് വേണ്ട. ഇന്ന് എന്റെ വായിലിരിക്കുന്ന മോഹനേട്ടൻ കേൾക്കും. കുറെ നേരായി ഓരോ മാതിരി വർത്തമാനം പറഞ്ഞോണ്ട് എന്റെ പിന്നാലെ നടക്കുന്നു. ഈ ഷർട്ട് എന്താ കുഴപ്പം പറ. ഞാൻ ഏത് ഷർട്ട് ഇടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീ അല്ല. അങ്ങനെ തീരുമാനിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഷർട്ട് മുന്നേ തനിയെ തേച്ചങ്ങ് ഇട്ടോളണം. അങ്ങനെയാണെങ്കിൽ മോഹനേട്ടൻ ഏത് ഷർട്ട് ഇടുന്നതിലും എനിക്ക് യാതൊരു വിരോധം ഉണ്ടാവില്ല. എനിക്കിപ്പോ വേറെ ഷർട്ട് തയ്ച്ചെന്നെ പറ്റൂ. സൗകര്യമില്ല. എന്താ? എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണമെന്ന് ഞാൻ പറഞ്ഞത് മോഹനേട്ടൻ ഓർമ്മയില്ലേ? അങ്ങനെയുള്ളൊരു സമയത്ത് ഇങ്ങനെ പുറകെ നടന്ന മെനക്കെടുത്ത് എവിടുത്തെ മര്യാദ മോനട്ടാ? വേറെ ഷർട്ട് തേക്കാൻ എനിക്ക് മനസ്സില്ല. വേണമെങ്കിൽ ഇത് എടുത്തിട്ട് വേഗം പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മോഹനേട്ടൻ ആഫീസിൽ പോകണ്ട. നാളെ അലക്കാനും തേക്കാനും വേറെ ആളെ നോക്കുന്നതിലും എനിക്ക് യാതൊരു വിരോധവും ഇല്ല. ക്ഷമിക്കാൻ എനിക്കൊരു പരിധി ഉണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും 30 മിനിറ്റ് ഒന്ന് വൈകിപ്പിച്ച് പറ്റൂ. എന്റെ പൊന്നു രാജേന്ദ്ര, നിനക്ക് തരാൻ എന്റെ ഒരു പൈസ ഇല്ല. കഴിഞ്ഞ തവണ ഒരു 5000 രൂപ വന്നിട്ടേ അത് തിരിച്ചു വാങ്ങാൻ ഞാൻ പെട്ട പാട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പൈസ തരാം. എന്റെ കയ്യിൽ ഇല്ല. ആ പീലിപ്പോസേട്ട ഇവിടെ തന്നെ നിപ്പുണ്ടല്ലോ. നമസ്കാരം ചേട്ടാ. ചേട്ടാ എപ്പോഴും കോഴിക്കോട്ട് പോകുന്നു പറഞ്ഞേ? 9:45 ബസ്സിൽ. എന്താ അല്ല, വെറുതെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. 9:45 തന്നെ പോകുന്നുള്ള കാര്യം ഉറപ്പല്ലേ? പിന്നെ അതിനൊരു മാറ്റം. ശരി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഉത്തമ വക്കീലിനെ കണ്ടായിരുന്നോ? പിന്നെ കണ്ടു. വക്കീല് കൃത്യം 9:30 എന്നെ വരും. ഫിലിപ്പോസേട്ട ഇവിടെ തന്നെ നിക്കണം, മാറല്ലേ? ശരി. ഒന്ന് വിളി കേട്ടല്ലോ എന്തീ മോനേട്ടാ? കേൾക്കാം. പണി എത്രയെന്നറിയോ? ഇതാണോ നേരത്തെ പോണെന്ന് പറഞ്ഞത്? ഞാൻ നേരത്തെ പോകുന്നില്ല. വേണ്ട, എനിക്ക് പക്ഷെ നേരത്തെ പോയല്ലേ പറ്റുള്ളൂ. മണി 9:30 ഞാൻ ഇറങ്ങുന്നു. ചോറ്റുപത്രം
കഴിക്കാനുള്ളത് ഇതാ ഇതിനകത്തുണ്ട്. പ്ലേറ്റ് ചെയ്താ ഞാൻ ഇറങ്ങണം. എന്താ എന്താ എനിക്ക് ദോശ വേണ്ട. അതെന്താണ്? എനിക്ക് ദോശ ഇഷ്ടമല്ല, നിനക്കറിയാലോ. ദോശ ഇഷ്ടമല്ലേ? അപ്പൊ പിന്നെ ഇന്നലെ കഴിച്ചതോ? ഇന്നലെ ഗതികേടോടെ കഴിച്ചു പോയതാ. അപ്പൊ തന്നെ ഞാൻ പറയും ചെയ്തല്ലോ ഇനി ദോശ ഉണ്ടാക്കരുതെന്ന്. ദോശ ഉണ്ടാക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് മനഃപൂർവ്വം നീ ദോശ ഉണ്ടാക്കിയല്ലേ? ദോശ ഉണ്ടാക്കരുത് എന്നെപ്പോ പറഞ്ഞു? ഞാനത് കേട്ടില്ലായിരുന്നല്ലോ. നീ കേക്കില്ല? അല്ലെങ്കിൽ തന്നെ എന്റെ കാര്യത്തിന് ഒരു ശ്രദ്ധയില്ലല്ലോ. എനിക്ക് എന്തായാലും ദോശ വേണ്ട. ഒരു കാര്യം എന്തായാലും സമയം കൊണ്ട് കുറച്ച് ഉപ്പ ഉണ്ടാക്കാം നമുക്ക്. എനിക്ക് 9:30 പോണെന്ന് ഞാൻ പറഞ്ഞല്ലേ മോനട്ടാ. അയ്യോ 9:35 ഇനി ഉപ്പ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ എപ്പോഴാ പോകുന്നത്? അത് എനിക്കറിയൂടാ. ഇന്ന് നീ എനിക്ക് ഉപ്പ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഈ ജന്മത്ത് നീ ഉണ്ടാക്കുന്ന ഒരു വക ഞാൻ കഴിക്കില്ല. എന്റെ മോഹനേട്ട ഞാൻ കേക്ക്. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഇന്ന് എനിക്ക് ഉപ്പുമാവ് കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട പോയി എന്തെങ്കിലും വാങ്ങി കഴിച്ചോളാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ 10 മിനിറ്റ് മതി. അത് കഴിഞ്ഞ് പോയാലും നിനക്ക് 10 മണിയാകുമ്പോ വക്കീൽ ഓഫീസ് എത്താൻ പറ്റും. ഒരു പക്ഷേയുമില്ല. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ ഇന്ന് എനിക്ക് ഉപ്പ് ഉണ്ടാക്കി തരും. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അല്ല ഭാവയെ കാണാതെ വന്നപ്പോ അന്വേഷിച്ചു വന്നതാവും. ഭാവ കാണുന്നതിന് മുൻപ് ഇയാളെ പറഞ്ഞു വിട്ടേ പറ്റൂ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ വക്കീലിനൊന്ന് കാണാൻ വന്നതാ. എനിക്ക് മനസ്സിലായി. ഫിലിപ്പോസോടെ പൈസ ആയിട്ട് വന്നതല്ലേ? പക്ഷേ ആ പൈസയുടെ ആവശ്യം വന്നില്ല. ഭാമയ്ക്ക് വേറെ പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സാറേ ഒന്നും പറയണ്ട. ഫിലിപ്പോസേട്ടൻ സൊസൈറ്റിയുടെ പിറകിലുള്ള സ്ഥലത്ത് കെട്ടിടം പണിയാൻ തീരുമാനിച്ച കാര്യവും ഞാൻ അറിഞ്ഞു. കെട്ടിടം പണിയണമെങ്കിൽ പഞ്ചായത്തിന്റെ പെർമിറ്റ് വേണമല്ലോ. പഞ്ചായത്തിന്റെ പെർമിറ്റ് വേണമെങ്കിൽ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് വേണം. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അതായത് ഫിലിപ്പോസേട്ടന് പുതിയ കെട്ടിടം പണിയണമെന്നുണ്ടെങ്കിൽ കെ മോഹനകൃഷ്ണൻ സാറ് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് തരണം. ശരിയല്ലേ? അതെ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരാനും തരാതിരിക്കാനും വൈകിപ്പിക്കാനും ഒക്കെ എനിക്ക് പറ്റും എന്നുള്ള കാര്യം ഫിലിപ്പോസേട്ടന് അറിയാമല്ലോ. അപ്പൊ പിന്നെ എന്നെ പിണക്കി ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലത്? അല്ല സാറ് പണങ്ങുന്ന ഇനി ഫിലിപ്പോസേട്ടൻ ഒരു നിമിഷം ഇവിടെ നിന്നാൽ എന്റെ സ്വഭാവം മാറും. പിന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ചിന്തിക്കുകയേ വേണ്ട. അതുകൊണ്ട് വേഗം സ്ഥലം ഇവിടെ നോക്കണം. അല്ല സാറേ ഞാൻ വക്കീലിനെ കാണാൻ വന്നതാ. ഈ പറയുന്ന വക്കീല് എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യ ആരെ കാണണം, എപ്പ കാണണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. ഫിലിപ്പോസേട്ടൻ സ്ഥലം ഇവിടെ നോക്ക്. പക്ഷെ സാറേ ഒരു പക്ഷേമില്ല. ഈ നിമിഷം ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖം ഫിലിപ്പോസേട്ടൻ കാണേണ്ടി വരും. അന്യായ പലിശയ്ക്ക് പൈസ കടം കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്നത് പോലെ എന്നെയും എന്റെ ഭാര്യയും പറ്റിക്കാവും നോക്കണ്ട. സാറേ ഈ പൈസ ഫിലിപ്പോസേട്ടൻ കൊണ്ടുവന്നെ കൊണ്ടുപോയിക്കോ. ഇനി ഈ കാര്യം പറഞ്ഞ് ഇവിടെ വെച്ചോ വഴിയിൽ വെച്ചോ വക്കീൽ ഓഫീസിൽ വെച്ചോ ഭാമയെ കാണാൻ നോക്കിയാൽ ഫിലിപ്പോസേട്ടൻ വിവരം അറിയും. സ്ഥലമിട പലിശയ്ക്ക് കാശ് കടം വാങ്ങി ആഫീസ് മോടി പിടിപ്പിക്കാൻ നോക്കുന്നു. നടത്തരാ ഞാൻ. ഹലോ. പ്രകാശ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. രാവിലെ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് അന്നേരം വിളിക്കായിരുന്നത്. വിളിച്ചായിരുന്നു. എനിക്കാണെങ്കിൽ പൈസ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്ന സമയാ. കൃത്യസമയത്താ പ്രകാശ സഹായിച്ചത്. ഞാൻ ഓഫീസിൽ എത്തിയിട്ട് വിളിച്ചോളാം. ഫിലിപ്പോസേട്ടൻ എന്നെ നോക്കി നിൽക്കായിരിക്കും. ശരി. അപ്പോ പെയിന്റോട് നടത്തുന്ന പ്രകാശനാണ്. പുള്ളിക്കാരന്റെ കേസ് കഴിഞ്ഞ ആഴ്ച വിധിയായതായിരുന്നല്ലോ. 10,000 രൂപ എനിക്ക് തരാനുണ്ടായിരുന്നു. എങ്ങനെ അങ്ങോട്ട് ചോദിക്കുമെന്ന് ഓർത്തോണ്ടിരുന്നപ്പോഴാണ് പ്രകാശൻ ഫിലിപ്പോസേട്ടന് കയ്യിൽ പൈസ കൊടുത്തു വിട്ടത്. ഇന്നലെ ഫിലിപ്പോസേട്ടൻ പ്രകാശന്റെ കട ചെന്നപ്പോഴാണ് പ്രകാശൻ എനിക്ക് തരാനുള്ള പൈസ ഫിലിപ്പോസേട്ടനെ ഏൽപ്പിച്ചത്. അതെന്തായാലും ഭാഗ്യായി മോനട്ടാ. ഓഫീസിലേക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ ഇന്ന് എനിക്ക് വാങ്ങാലോ. മോഹനേട്ടന്റെ പരാതിയൊക്കെ തീർന്നല്ലോ. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങണം എന്നായിരുന്നല്ലോ മോഹനേട്ടന്റെ വാശി മുഴുവനും. അയ്യോ, മണി 9:45. ഫിലിപ്പോസേട്ടൻ നോക്കി നിൽക്കായിരിക്കും.
ആ പൈസ ഇന്നെ കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല. നിനക്ക് ഇപ്പൊ എത്ര രൂപ വേണ്ടത്? എന്ത്? അല്ല, എത്ര രൂപ നിനക്ക് വേണ്ടെന്ന്? എല്ലാം കൂടി ഒരു 6-7,000 രൂപയാകും. പ്രകാശൻ 10,000 രൂപ ബിൽബോസ് ഏട്ടനെ കൊടുത്തിട്ടുണ്ടെന്ന്. അത്രേ ഉള്ളു. നീ വിഷമിക്കണ്ട, നിനക്ക് ആവശ്യമുള്ള പൈസ ഞാൻ തരും. മോനേട്ടനാ? ആ, ഈ പീലിപ്പോസേട്ടൻ കോഴിക്കോട്ടിന് പോയല്ലോ. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ. അപ്പൊ ഇതിന്റെ 10,000 രൂപ കിട്ടുമല്ലോ. അപ്പൊ എനിക്ക് തിരിച്ചു തന്നാ മതി. മോനേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഒരാളെ പറ്റി നീ പറഞ്ഞിട്ട് കാര്യം. നിനക്ക് ആവശ്യമുള്ള പൈസ ഞാൻ തരാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? പോലെ ഒരു കാര്യത്തെപ്പറ്റി കേൾക്കുന്ന പാടെ എടുത്തു ചാടിയാലും ഉണ്ടാക്കുന്നത് വില്ലേജ് ഓഫീസറുടെ പതിവ് പണിയാണ്. ഭാര്യ പലിശയ്ക്ക് കാശ് വാങ്ങാതിരിക്കാൻ കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ കൈവിട്ടു പോയ നിലയ്ക്ക് ഇനി എന്തു പറയാൻ. കോഴിക്കോട്ട് നിന്നും പീലിപ്പോസ് ചേട്ടൻ തിരിച്ചു വരുന്നത് വരെ ഓഫീസർ കാത്തിരിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.